വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് എൻ വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത കെപിസിസി അടച്ചു തീർത്തു. ബത്തേരി അർബൻ ബാങ്കിലെ കുടിശ്ശികയായ 63 ലക്ഷം രൂപയാണ് കെപിസിസി അടച്ചത്. പാർട്ടി ഏറ്റെടുത്ത ഉത്തരവാദിത്തം പൂർത്തീകരിച്ചുവെന്ന് ടി സിദ്ദിഖ് എംഎൽഎ പറഞ്ഞു. എൻ വിജയന്റെ ആത്മഹത്യയും തുടർന്നുണ്ടായ വിവാദങ്ങളും വയനാട്ടിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യതയായി ബത്തേരി അർബൻ ബാങ്കിൽ ഉണ്ടായിരുന്ന 63 ലക്ഷം രൂപയാണ് കെപിസിസി അടച്ചു തീർത്തത്. പാർട്ടി ഏറ്റെടുത്ത ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയെന്നും യാതൊരു സമ്മർദ്ദവും ഉണ്ടായില്ലെന്നും ടി സിദ്ദിഖ് എംഎൽഎ പ്രതികരിച്ചു. ആരെന്ത് പറയുന്നു എന്നുള്ളതല്ല പാർട്ടിയുടെ മുമ്പിലുള്ള പ്രശ്നം. കെപിസിസിക്ക് ഫണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിൽ ചെറിയ കാലവിളംബം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ആ കടം പാർട്ടി ടേക്ക് ഓവർ ചെയ്തു. ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന കടം പൂർണ്ണമായും അടച്ചു തീർത്തിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത അറിഞ്ഞതെന്ന് എൻ വിജയന്റെ മരുമകൾ പ്രതികരിച്ചു. നമ്മളോട് ആരും ഇതിനെപ്പറ്റി അക്കൗണ്ടിലേക്കൊന്നും ക്യാഷ് വന്നിട്ടില്ല. അവര് ആദ്യം നമ്മളുമായിട്ട് അവർ കോണ്ടാക്ട് ചെയ്തിട്ട് ഇത്രയും പ്രശ്നങ്ങൾ വന്നതിന് ശേഷം ഒരാളും നമ്മൾ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കരാർ പ്രകാരം അച്ഛന്റെ കത്തിൽ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു പട്ടയം എടുത്തു തരണം എന്നുള്ളത്. കാരണം പാർട്ടിക്ക് വേണ്ടി വെച്ചതാണെന്ന് വ്യക്തമായിട്ടുള്ളതാണ് ഇതിനകത്ത്. വിഷയം CPM ഉൾപ്പെടെ ഏറ്റെടുക്കുകയും വയനാട്ടിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. എൻ വിജയന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട് പരാതിയും നൽകിയിരുന്നു. മീഡിയ 1 വയനാട്.